വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 ആണ്. അപ്പോൾ വീഡിയോ എന്നെല്ലാം പറയുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, കളി തുടങ്ങാം. സ്കിപ്പ് ഇൻട്രോ നോക്കില്ല. ഓക്കെ, അങ്ങനെ ഡേ 1 തന്നെ കളി തീർക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇപ്പം ഗ്രാനി വന്നാലും എനിക്ക് ഒച്ച കേൾക്കാനല്ല, കാരണം മൈക്ക് കുത്തിയില്ലോണ്ട്. അപ്പം കുറച്ചും കൂടി കളി ടാസ്ക്കാണ്. ഓ, തുറക്കലാണ് ഏറ്റവും ടാസ്ക് പരിപാടി. എത്ര ടൈം എടുക്കുന്നു അറിയാം തുറക്കാൻ. നേരെ താഴേക്ക് പോവാം, സൈഡിൽ പോവാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവാം, റോബോട്ടിനെ വിളിക്കുക, എന്നിട്ട് ഡോർ അങ്ങോട്ട് തുറക്കുക. അപ്പം മണി വച്ച് ഇങ്ങോട്ട് കേൾക്കും. വീണ്ടും അങ്ങോട്ട് കടക്കും. എവിടെയൊന്നുമില്ല. എന്നിട്ട് നേരെ അതിലേക്ക് പോയിട്ട് ഇതങ്ങോട്ടൊക്കെ മുറിഞ്ഞ് ഇടുക. അപ്പോൾ ഈ ഗ്രാനിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാനി പീലെ കൂടെ പോകും. നമ്മൾ ഒച്ച കിട്ടിയാകുമ്പോൾ അപ്പോൾ നമ്മൾ അപ്പർ സൈഡിൽ കൂടെ പോകും. അങ്ങനെ നമ്മുടെ ബുദ്ധി. ഓക്കെ, എൻ്റെ ഗ്രാനി എന്താ പോവാത്തെ? അപ്പോൾ അത്രയും കാത്തുക. ഹലോ ഗ്രാനിയെ, ഗ്രാനിയെ, അമ്മച്ചേ, ആ വന്നു. പക്ഷെ കണ്ടിട്ടുണ്ടാവുക. കണ്ടിന്യൂ കേട്ടോ. വന്ന് അവിടെ വടിയും പിടിച്ചിരിക്കുന്നു. ട്രാപ്പ് ഇടാണ്ടെന്നാ വേറെ ഒന്നും തിരിച്ചു പോയാൽ സുഖമുണ്ട്. പേടിയാവും. ഇതൊന്ന് തുറക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ നോക്കിയിട്ടാവ് നിങ്ങൾ ഫുൾ സ്പീഡിൽ നമ്മൾ പുറപ്പിക്കുക. അപ്പം അമ്മച്ചി പീല കൊടുക്കുന്നത് ഇക്കോ നേരെ വിട്ടോ. 80 വിട്ടോ. ഇപ്പോൾ ട്രാപ്പിടില്ല. ഓ, എൻ്റെ ഭാഗ്യം ട്രാപ്പിലും കഴിഞ്ഞാണ് കേട്ടോ. ഈ ഇവിടെ ആക്സിലേറ്റർ അതെടുക്ക അസ്ഥിമച്ചാൻ. പക്ഷെ അപ്പം നമുക്ക് ട്രെയിൻ സ്കേപ്പിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. നേരെ പുറത്ത് പോവാം, അല്ല നേരെ മേലെ പോവാം. ഓക്കെ, ജനറേറ്റർ കേബിള്. പക്ഷെ അത് ഷെഡ് തുറക്കണം, എന്നാലേ അതിനെ കൊണ്ട് കാര്യമില്ല. ഇതിനകത്തോ തീപ്പെട്ടിയുണ്ട്. ഓ, ഇതെല്ലാം പൂട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണ് ഇതെല്ലാം പൂട്ടുന്നത്? ഇവിടെ ഏത് കള്ളം കയറാനാണ്? ഇവരെ പേടിച്ച് ഇവരെ കണ്ടാൽ തന്നെ കള്ളാനില്ല അവിടെ ഓടും. എന്തിനാണ്? ചിലപ്പോൾ വെപ്പൺ ഗീന് വേണം. കോയിനുണ്ട് ഇടാ. പക്ഷെ കാറിൻ്റെ ബാക്ക് നിന്ന് തിളങ്ങുന്നത് അത് കല്ലാണോ അതോ വെപ്പൺ ഗീ ആണോ? ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ കല്ലുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് കല്ലെടുക്കുക. ഓക്കെ, ഫയർവുഡ് ഞാൻ പറഞ്ഞേ. ഫയർ എന്ത് തിളങ്ങുന്നുണ്ട്? ഫയർവുഡായിരുന്നു. ഇനി നമുക്കൊന്നും വേണ്ട മെയിനായിട്ട്. ഓ ഗൈസ്, ഇതാ. ഓക്കെ. അപ്പം ഇനി വെപ്പൺ കീ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലെടുത്ത് പോയി അടുക്കള ഇതാണ്. അതിൻ്റെ ഒരു പാനും ഇതുണ്ട്. അപ്പം ഞാനത് അടുക്കളയാണെന്നാണ് അടുക്കള മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ കിട്ടൂല, കിട്ടാത്തിട്ട് പോയത്. ഇതിനകത്തൊന്നും ഉണ്ടോ? ഇല്ല. വാ, ഇതിനകത്ത് ഇല്ല. ആ വെപ്പൺ. ഓ, ഞാൻ പറഞ്ഞില്ലേ അടുക്കള എനിക്ക് ഉണ്ടായിരിക്കും. അത്രയും ഇല്ലതല്ല തട്ടിക്കിട്ട. എന്നിട്ട് കണ്ട്
കണ്ടു. അന്ന് ഇന്ന് കാറ്റ് വെള്ളം കൊണ്ട് പുറത്തേക്ക് തന്നെയാണ് തോന്നുന്നു. ഇങ്ങനെ പുറത്തെ ഭംഗിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇത് ക്രൂരന്മാരാണല്ലേ, ഒരു ഗ്രാനിയാണോ? ഗ്രാനി ക്രൂരന്മാർ. ഒരു വേറെ ചങ്ങാനും കൂടി ഉണ്ട്, ഗ്രാൻഡ്പ. ചങ്ങായില്ല, ഗ്രാനിയെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഗ്രാനിനെ ഇങ്ങോട്ടേക്ക് വായിക്കാം, ചങ്ങ് തീർക്കാം. ബാ 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 പിടിക്കൂ. സ്ലിംഗ് ഷോട്ട് എടുത്ത് നമുക്ക് നേരെ താഴെ ഒരു ക്രോ ബാർ എടുക്കാം. ഇനി ഭയങ്കര സ്പീഡായിരിക്കും കളി പോകുന്നത്. ട്രെയിൻ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഡോർ എസ്കേപ്പ് ചെയ്യണം. നോക്കണം എന്തെല്ലാം നമ്മൾ കിട്ടുന്ന സാധനങ്ങളനുസരിച്ചിരിക്കും. ഇപ്പം തന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ അതിന് ഫ്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ്. കിട്ടിയില്ല, ഡോർ എസ്കേപ്പ് വേണ്ടി. ഇനി നമുക്ക് നേരെ പോയിട്ട് തുറക്കാം. ഇതിനകത്ത് ഫ്യൂസ് ഉണ്ടാവും. ഞാനാവുന്നു അയ്യേ ഷെഡിൻ്റെ കീഴിൽ ഞാൻ ഇതുണ്ടാക്കാനാണ്. ആക്സിഡേറ്റടാ, ഫ്യൂസിനെ എവിടെ കിട്ടില്ലേ? പ്ലാങ്ക് വെച്ചാൽ ചിലപ്പോൾ കിട്ടൂലേ ഫ്യൂസ്. ഇങ്ങനെ എന്താ ഫ്യൂസ് എഴുതി കിട്ടുന്ന ആദ്യം ഫ്യൂസ് എന്താ അല്ലേ കഴിവ് തന്നെയല്ലേ എൻ്റെ. മിറാക്കിൾ. ഇതപ്പോൾ ഡോർ എസ്കേപ്പ് തന്നെ കൺഫേം. ജനറേറ്റർ കേബിൾ എവിടെ ഉണ്ടായി മറന്നു. ആക്സിലേറ്റർ അല്ല, ഇലക്ട്രിക് സ്വിച്ച് അത് വേണം. വേണ്ട, അപ്പോൾ ട്രെയിൻ കീയും കൂടി വേണം. അപ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്താക്കും, ഇതൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ജനറേറ്റർ കേബിൾ എടുത്ത് അവിടെ കൊണ്ടുവെക്കാം. നമുക്ക് മേലെ പോകാം, താഴേക്കല്ല. ഫസ്റ്റ് നമുക്ക് ഈ ഫ്യൂസ് എടുത്ത് മേലെ കൊണ്ടുവെക്കാം. മേലെ പോയി ഫിറ്റാക്കാം. എനിക്ക് ജനറേറ്റർ കേബിൾ വേണം. ഇതല്ലേ ഉണ്ടായത് ജനറേറ്റർ കേബിൾ. കൂടെ പോയിട്ട് അടപ്പിട്ടാക്കാം. ഇതിൻ്റെ കോയിൻ വേണ്ടല്ലോ, ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. നമുക്ക് നേരെ താഴേക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ ഒരു ഇതെല്ലാം വന്ന് നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അവിടെ കാറ്റുകളാണ് പുറത്തേക്ക് നടന്നത്. അപ്പോൾ നമ്മൾ കണ്ട മണ്ടടിക്കാൻ പോകുന്നത്. ഇത് ആടെല്ലാം കല്ല് വെച്ച് നമ്മൾ എങ്ങനെ എടുക്കാം? പറന്നു പോയി എടുക്കണം. ഇതെന്താണ് ഇലക്ട്രിക്കായി. എടാ അപ്പം കളി കഴിഞ്ഞതാ. എന്താണ് കളി കഴിഞ്ഞു? ഒരു പറഞ്ഞിരുന്ന ഇപ്പം തലമണ്ട അടിച്ചു പോകണം. ആരാ പോണേ? താഴേക്കാണ് തോന്നുന്നു. അമ്മച്ചി ഞാൻ മേലെ എത്തി. കളി കഴിഞ്ഞു. അടി കളി കഴിഞ്ഞാ. അയ്യോ കഴിഞ്ഞോ? ഇല്ലല്ല, എനക്ക് മറ്റേ ഇതെല്ലാം വേണ്ടേ, ബ്രിഡ്ജ് ക്രാങ്കെല്ലാം വേണ്ടേ? ഞാൻ ഇങ്ങോട്ടൊക്കെ മേലേക്ക് ഇങ്ങോട്ടൊക്കെല്ലാം കയറി വരുന്നു. ഓ ബ്രിഡ്ജ്, ഓ പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് തുറന്നിട്ടാ. തുറന്നിനാ? നോക്കട്ടെ. തുറന്നാ കളി കഴിഞ്ഞു. ഇല്ല തുറന്നില്ല, പൊട്ടൻ. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ പ്ലാനിൽ പോയി നോക്കുക. വേറെ ഒരു സ്ഥലമില്ലല്ലോ ഒളിപ്പിച്ചേക്കാൻ. തീപ്പെട്ടി, കോയി,
ആ ട്രെയിനിക്ക് അത് പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം സിമ്പിളായാണ്. അത് കിട്ടൂലല്ലോ. എന്നാലും പ്ലാന്റ് കൊണ്ട് ഉപയോഗിച്ചിട്ടില്ല ഒരു ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വെക്കൂലല്ലോ. ഗ്രാൻഡ് സൈഡിൽ കൂടെ പോയാ എൻ്റെ പൊന്നടാവേ കണ്ടിച്ചങ്ങ എത്ര തൊട്ടേ ഇപ്പം എന്നെ മിസ്സാന്ന്. ഇന്നാ ഇവിടെ നോക്കി ഇവിടെ കയറുമോ ഇല്ലല്ലോ. എന്നാ പരിപാടി ചോറിച്ചാ കണ്ണെല്ലാം നോക്ക്. എന്നാടാ അതിങ്ങനെ യക്ക് എനിക്ക് കണ്ണെല്ലാം നോക്ക്. കണ്ണും വായിലും ഇവിടെ ഒന്നും ഉണ്ടോ? എന്താ പൊന്നോ ഇത് നോക്കാൻ ക്രോബാറാണോ? ഒരു കുഞ്ഞു അടിക്കഷത്തിന് വേണ്ടിയാണ് അമ്മച്ചതാ. വലിയ കൂടെ കയറിപ്പോയി തുണിയാണോ? എവിടെ അതാ ഞാൻ പറഞ്ഞത് വലിയ കൂടെ കയറിപ്പോയിന്ന്. മേലെ കയറി അപ്പോഴത്തേക്ക് മറ്റന്നാളാവും. ഇവിടെ പ്ലാന്റ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ ഇവര്. എന്തൊരു കഷ്ടമല്ലേ. ആ പ്ലാന്റും കൂടി കിട്ടിയിട്ട് ആ ബ്രിഡ്ജ് ഗ്രാൻഡ് അതിൻ്റെ മേലെ ഉണ്ടാവും. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കളി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ആ പ്രാന്തന്മാർ. ഇതിനകത്തൊന്നുമില്ല. എവിടെയെല്ലാം നിന്ന് നോക്കിയതാ. ഈ പറഞ്ഞിട്ടിരുന്ന മുമ്പിൽ ഗ്രാനി ഇടാണ്ട് വന്ന് നിൽക്കുന്നത് തലമുണ്ടി ഇപ്പോൾ പൊളിയും. എന്നാലും പ്ലാന്റ് ഇവിടെ സൈഡിലാണ് ഉണ്ടാവുക. ഈ ഒരു കോർണറിൽ ഒരു വെക്കാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാവുമല്ലോ. ഞാൻ എക്സ്പേർട്ടായല്ലേ ഇതിനകത്ത്. എന്തല്ലേ എടാ കുറേ കളിച്ചിട്ടാണ് ഭ്രാന്തായി. ഇതിൻ്റെ എല്ലാം എത്ര കിലോമീറ്റർ കിട്ടണം ആ ബാങ്ക്. ഇങ്ങനെയല്ലേ പ്രോമിസായി കല്ലുണ്ടാടാ. ആരാ വരണേ? എന്തോ മെച്ചേ ഇവിടുന്ന് തല മാത്രം പൊക്കിയിട്ട് പോന്നു മെച്ചേ. ഓ അമ്മച്ചി ഇവിടെ അമ്മച്ചി മേലേക്കില്ല. അമ്മച്ചി മേലേക്ക് പോയതാണ്. കണ്ട് ബാ നമുക്ക് ഇനി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ അപ്പുറത്തേക്കൂടെ അടുക്കള വഴി കയറി അങ്ങ് പോവാം. ബാ വേം ബാ. അത് ട്രാപ്പെല്ലാം തട്ടിയിട്ട് പോകാം. ആ ടൈമിൽ നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോവാം. നമുക്ക് നേരെ പോവാം. അവിടെ അവരൊന്നും തരാത്തെ. വേഗം വാ. എവിടെ
ഓർത്തുറാ തിരിച്ചു പോലെ ഇങ്ങ് വാ. അതിലെ കൂടെ ഞാൻ ഇപ്പുറത്തെ കൂടെ കയറിക്കോളാം. നമുക്ക് ആ ടൈമിൽ ഇപ്പുറത്തേക്ക് കൂടെ കയറാം. എന്നിട്ട് മേലെ പോയിട്ട് പ്ലാങ്ക് വെച്ച് അതിലെ കൂടെ കയറിയിട്ട് അവിടെ എന്തായിരിക്കും ഒന്നീ കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ ബ്രിഡ്ജ് ക്രാങ്ക്. ഇത് രണ്ടും ആയിരിക്കും ഉണ്ടാവില്ല. പ്രാവശ്യം ഒന്നായില്ലോ മിക്കവാറും തേങ്ങയായിരിക്കും. കണ്ട നമ്മൾ ആവശ്യത്തിനൊന്നും കിട്ടൂല. എന്നിട്ട് പ്രാന്തം കളിയാൻ പറയാത്. ഇതുപോലെ സംതിങ് എന്തുണ്ടായിട്ടുള്ള കാര്യം അവിടെ ബ്രിഡ്ജ് ക്രാങ്ക് ഒറ്റൊരു സാധനത്തിന് വേണ്ടി ഇത്ര അലയെന്ന് നോക്കുക. എൻ്റെ പൊന്നോ ഇതെന്തൊരു ശല്യടാ. കണ്ട് ഇപ്പം അടിച്ച് കൊല്ലുന്ന തലയിലേക്ക് തലയിട്ടിട്ട് എവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പം തീർക്കുന്നു തോന്നുന്നു. ഇല്ലല്ല ഇവർക്ക് നമ്മളെ കാണാനാവില്ല. താഴെ ഒളിച്ചെന്നാൽ പിന്നെ കാണുന്നുണ്ടെങ്കിൽ എന്ത് കളി. ഇല്ല പോയി. ഇനി നമുക്ക് ആ തേങ്ങ അടിച്ചിപ്പം തേങ്ങ അടിച്ച് മല കയറാം നമുക്ക്. അതാ പോന്ന തലയെല്ലാം കണ്ടു. അതിൻ്റെ ബേബാ തല നമ്മളെ വീണ്ടും കണ്ടു തോന്നുന്നു. അവിടെ എന്തൊരു ശല്യമാണ് ഈ ട്രാപ്പ്. എനിക്ക് ഇഷ്ടമല്ല ഈ ട്രാപ്പ് ഇടുന്നത്. കല്ല് അത് നമ്മൾ സ്ലിംഗ് ഷോട്ട് താഴെയാണെങ്കിൽ ഏറ്റവും താഴെ ബേസ്മെൻറ്റിലായാലും ഇതിനിപ്പോൾ എന്തായിരിക്കും? ഇത് കുഞ്ഞ് സാധനമായിരിക്കും. സേഫ് കീ. ബാ ഓക്കെ ഗൈസ്, സേഫിൻ്റെ ഉള്ളിൽ ബ്രിഡ്ജ് ക്രാങ്ക് ഉണ്ടാവും. ഞാനാ പറയുന്നത്. പക്ഷെ ഉണ്ടായിട്ടില്ലെങ്കിൽ ആകെ ഉണ്ടാവേണ്ടതാണ്. സാധാരണ എങ്ങനെയാണ്. ബട്ട് വേഗം പോ. ഇവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ടായി. ഇല്ലല്ലേ തുണിയാണല്ലേ. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു ട്രാപ്പ് ഇട്ട് വെക്കും. ഇത് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. അടുത്ത ട്രാപ്പം ഇട്ട് വെച്ചാൽ പിന്നെ ബാക്കിൽ ഇവർ വരുമ്പോൾ നമ്മളതിനകത്ത് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കൊടുത്തു പോന്ന വേഗം വിട്ടോ. തിരിച്ചു വരണ്ട, വേഗം പോയിക്കോ. ഓക്കെ നമുക്ക് ആ ടൈമിൽ നേരത്തെ താഴേക്ക് പോയിട്ട് സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് അടിച്ചങ്ങ് ഉറക്കായി വരാം. ഇവിടെ ആക്സിലേറ്റർ, മേലെ ഇലക്ട്രിക് സ്വിച്ച്, കാക്കൻ്റെ മൂട്ടിൽ മറ്റേ ഇത് കോയിന്. ഇനി നമുക്കെന്നാ വേണ്ടി ട്രെയിൻ കീയും കൂടി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാം. മിക്കവാറും അതിനകത്ത് ബ്രിഡ്ജ് ക്രാങ്ക് ആയിരിക്കും ഉണ്ടാവല്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അതിനകത്ത് അങ്ങനെയാണ്. അല്ലെങ്കിൽ മേലെ അപ്പൂപ്പൻ്റെ അതിനകത്ത് ഉണ്ടാവും. അപ്പൂപ്സിൻ്റെ എടുക്കണ്ട. അപ്പൂപ്സ് ഉണ്ടാടാ. ഷടാ ഡേ 1 തന്നെ കളി തീർക്കാനുണ്ടല്ലോ. എനിക്ക് തോന്നി അത് വരുന്നു പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ല അടുത്ത പിടിക്കാം. ഇനിയും ഉണ്ടല്ലോ നമ്മളെ സ്ലിംഗ് ഷോട്ട് താഴെ തന്നെ കിടക്കുന്നുണ്ട്. ഒറ്റ മൈൻഡ് അത് എടുക്കുക, പോവുക, തീർക്കുക, മേലെ പോവുക, സേഫ് ഉറക്കുക. പക്ഷെ രണ്ടാമത് ഇവിടെ തന്നെ നിൽക്കണം. ഇല്ല ഇനി അങ്ങനെ പറ്റിക്കപ്പെടില്ല. ബാടാ ബാടാ അവിടെ പോയി. നീ ഒന്ന് പോളായിരുന്നു. നമ്മളെത്ര കണ്ടു. ഇനി നമുക്ക് സേഫ് അങ്ങ് തുറക്കാം. എന്നിട്ട് അതിനകത്ത് ബ്രിഡ്ജ് ക്രാങ്ക് ആണെന്ന് നമ്മൾ കളി ചോദിച്ചു. ട്രെയിൻ കീ ആണെങ്കിൽ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യും. ബട്ട് ട്രെയിൻ എസ്കേപ്പ് ആകുമ്പോൾ നമ്മളിനി കാക്കേൻ്റെ മൂട്ടിൽ തീടാൻ നിൽക്കണം. ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. സേഫ് വീടല്ലേ? അതെ, സേഫിനകത്ത് ബ്രിഡ്ജ് ക്രാങ്ക് ആയാൽ മതിയായിരുന്നു. ടെഡി പണ്ടാടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തിനാ ഇങ്ങനെ? അവിടെ ഒരു ആവശ്യമില്ലാണ്ട് ടെഡിനെ കൊണ്ടിട്ടിട്ട് ടെഡീൻ്റെ ആടെ എന്താടാ ടെഡീനെ ഓളെ ആടെ ലൻട്രീനെ എടുക്കാൻ കൊണ്ടിട്ടിട്ടൊന്നും കാര്യമുണ്ടോ?
അത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ആക്കി കഴിഞ്ഞാൽ നല്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കൂലേ, ഇതിൻ്റെ ഒച്ച പാവേനെടുക്കുന്ന ഒച്ച തൊട്ട് അപ്പം വരും. ഒറ്റൊരു സംഭവം, ഒരേ ഒരു സംഭവത്തിനുണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തൊരു ഇതാണല്ലേ. പറയാൻ പറ്റുന്നില്ല അമ്മാതിരി. ഇതിനെ ഇവിടത്തേക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ് സിലിണ്ടറിനെ വരും. സിലിണ്ടറിനെ ചെയ്യും. ഇവിടെ മറ്റേ പാഡ്ലോക്ക് ആയിരിക്കും തരുന്നത്. കണ്ട പാഡ്ലോക്ക് ഇത് കണ്ട. അതിനകത്ത് ഇനി വെള്ളം നിറച്ച് കൊണ്ടുവെക്കെല്ലാം വേണം. ടാസ്കാണ്, അതൊന്നും വേണ്ട. അവിടെ ഒരു സംഭവം ഇത് ഏട് ഒളിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇനി ഏട് ഒളിപ്പിക്കാൻ സ്ഥലമില്ലല്ലോ. പരമാവധി എല്ലാ സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏട് ഇവർ ഒളിപ്പിക്കേ. അത് അങ്ങനത്തെ ഒരു സംഭവം ബ്രിഡ്ജ് ക്രാങ്ക്. ഇവിടെ നമ്മൾ നോക്കി. ഞാൻ ഇവിടെ നോക്കാന്നല്ല, ഇവിടെ ഒന്നുമില്ല. എന്നാലും ഇത് എവിടെ ഉണ്ടാവില്ല. ഇനി ഇത്രയും നേരം നല്ല സ്മൂത്തിൽ പോയിട്ടുണ്ടായതാണ്. അപ്പോഴത്തേക്ക് ആ സാധനം കാണുന്നുണ്ടായി. പക്ഷേ എല്ലാം സെറ്റായിരുന്നു. ഇലക്ട്രിക് സ്വിച്ച്. ഇനി ആകാരം കൂടി കിട്ടി കഴിഞ്ഞാൽ കളി കഴിഞ്ഞ. ഇലക്ട്രിക് സ്വിച്ച് ഇനി ട്രെയിനിക്ക് കിട്ടാണ്ട് ഇതെല്ലാം കിട്ടിയിരുന്നായിരുന്നേ. ട്രെയിനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡോർ എസ്കേപ്പ് അല്ല എന്നാൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്യും. ട്രെയിനിക്ക് കിട്ടണ്ടേ. ഇനി വേണമെങ്കിൽ സിലിണ്ടറിനെ എടുക്കാൻ പോയി വെള്ളമെല്ലാം നിറച്ച് വെക്കണം. പക്ഷെ വെള്ളം ഇവിടെ നിന്ന് നിറക്കില്ല, എനിക്കറിയില്ല, മറന്നുപോയി. ഞാൻ പണ്ട് ഇതിനടക്കല്ല കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായി. വാ ഇങ്ങോട്ടേക്ക് വാ. തെറിച്ചിടാ. അത് തെറിച്ചിങ്ങോട്ടേക്ക് ഭ്രാന്ത്. ബ്രിഡ്ജ് ക്രാങ്ക് കൊണ്ട് സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ദൂരെ ഞാൻ നടക്കുന്നറിയാം. ഇനി നമുക്ക് ക്രോബാർ എടുത്തിട്ട് മേലെ പോയിട്ട് ആ സാധനം പൊളിച്ച് നോക്കാം. ഇനി അതിനകത്തും വേറെ ഒന്നും കാണുന്നു. ഞാനിപ്പോഴത്തെ വീഡിയോ നിർത്തും. ഭ്രാന്ത് ദേഷ്യം പിടിക്കുന്നുണ്ട് എനിക്ക്. ഞാൻ നെക്സ്റ്റ് പാർട്ട് വേറെ ഇതാക്കിയത് അല്ല. ഇനി നമ്മളോട് ഞാൻ ബ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്രോബാറിൻ്റെ മേലൊക്കെ ചോരയല്ലത്. അയ്യോ കാലൊക്കെ ഒഴിവായിട്ടോ. മുങ്ങി ആവുക. അങ്ങനെ ചാവൂലല്ലോ കൃഷ്ണ. ഇനി അതെങ്കിലും അത് ഉണ്ടായാൽ മതിയായിരുന്നു. കളി ജയിച്ചു ഗൈസ്. യെസ്, അത്രേ ഇല്ലു. ബ്രോ സീൻ. ഇതിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്നത്. യെസ്. അപ്പോൾ ഗൈസ് വീഡിയോ എന്നെല്ലാം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ കളി ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെ ഗ്രാനിയായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടോ നോക്കാം. ഇല്ല, ഗ്രാനി നമുക്ക് ഇങ്ങോട്ടേക്ക് വായിക്കാം. എന്നാൽ പിന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വരുള്ളൂ. ഒച്ച കേട്ട ആടത്തേക്ക് എത്തും. അതാണ് അവരുടെ പ്രത്യേകത. മേലേക്ക് പോകുമ്പോൾ നമ്മൾ താഴേക്ക് പോകും. അതാ സീൻ. ഇക്കളി നല്ല സീന് കളിയാണ്. അപ്പോൾ വീഡിയോ ആണെന്നല്ല എല്ലാവരും ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ അങ്ങനെ നേരെ വണ്ടി വിട്ടോ. ഡേ 2 തന്നെ നമ്മളങ്ങനെ കളി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ ഇല്ല, നേരെ വിട്ടോ.
ഓക്കെ അതങ്ങനെ താന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് തരാം നമുക്ക് ഡോറങ്ങ് തുറക്കാം. അപ്പം വീഡിയോ അവസാനിച്ചതായി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിന് ഗ്രാനി സിലിണ്ടറിനെ നോക്കിയിട്ടുണ്ടാവും. സിലിണ്ടറിനില്ലേ? ആ സിലിണ്ടറിനെ പുകച്ച് കളഞ്ഞല്ലേ. അപ്പോൾ അത്രയും വീഡിയോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അക്കോലോപ്പസ് സൈനിങ് ഓഫ്.